ഫസ്റ്റ് ലൈൻ അവർ ഉമ്മ വെച്ചു എന്ന് വെച്ചാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ്, ഗിസേല് പറഞ്ഞ മാതിരി അവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആണ്, കമ്മിറ്റഡ് അല്ല, ഭർത്താവില്ല, ഭാര്യ ഇല്ല, സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ അവർ ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉമ്മ വെച്ചു എന്ന് പറയാം. അതൊരു സെക്ഷൻ. ഒന്നാമത്തെ കാര്യം, അപ്പുറത്തെ ബെഡിൽ എന്ത് നടക്കണമെന്ന് എത്തി നോക്കേണ്ട കാര്യമില്ല. ലാലേട്ടൻ പറയുന്നു മറ്റേ നവ്യനായരുടെ അവസ്ഥയാണ് നമ്മുടെ അനുവിന്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ആ ഒരു സംഭവമാണ്. പിന്നെ അവിടെ ക്യാം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് ദെർ ഇസ് എ ക്യാം. അത് നമുക്ക് ആ പ്രൊപ്പോഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് അവിടെ ബിഗ് ബോസ് മുക്കി എന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കണ്ടന്റ് വെറുതെ വിടുവോ? ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെയൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ ബിഗ് ബോസിന്റെ അടി കൂടെ പോയി തുടങ്ങി. തുറന്ന് കുഴിയിട്ട് ആ കൊച്ചു അടിയിൽ കൂടെയാ പോകുന്നത്. ആര്യൻ ഞാൻ പറയണേ ഭയങ്കര ഓവറാണ്. എന്റെ നെവിൻ കിടന്നപ്പോ അങ്ങനെ കയറി കിടന്നില്ല. എന്ത് പറ്റി? അപ്പൊ ചവിട്ടി കളഞ്ഞെന്താ? ആൻഡ് ആര്യന്റെ പോസ്റ്റർ അത് ഭയങ്കര ബോറായിരുന്നു. അപ്പോ അഷാത്തി പറയുന്ന അവൻ എന്ത് വിചാരിക്കും? ദാറ്റ് മീൻസ് റെന ഫാത്തിമയുടെ ബോയ് ഫ്രണ്ട് എന്ന് വിചാരിക്കും. ബോയ് ഫ്രണ്ട് എന്ന് വിചാരിക്കുന്നല്ല അവിടെ വിചാരിക്കുന്നത്. അപ്പൊ റെനയ്ക്ക് അവിടെ സ്പോട്ടിൽ റിയാക്ട് ചെയ്യായിരുന്നു. ഓക്കെ, ചെറിയ കൊച്ചാണ്, പേടിച്ചു എന്നുള്ള കാര്യം പറയാം. പക്ഷെ അവിടെയും ആര്യം പറഞ്ഞത് നുണയാണ്. ഡെഫിനറ്റ്ലി ഞാൻ ആര്യനെ തൂക്കും, ആര്യനെ ഗിസേലിനെയും. കാരണം അവിടെ ഒരു എന്താ പറയാ, ചക്കപ്പശ വേണ്ട. കിച്ചണിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ പൂട്ടി താക്കോല് ഞാൻ വെക്കും. കാരണം നെവിൻ കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഗ്രൂപ്പീസ് ഇല്ല എന്ന് പറഞ്ഞാലും എവിടെയൊക്കെ പറഞ്ഞാലും ഇവര് രണ്ടുപേരെയും സ്പ്ലിറ്റ് ആക്കണം, ആര്യനും ഗിസേലും. ഈ പറഞ്ഞ മാതിരി പിന്നെ ആര്യനും ഗിസേലിനും മാറ്റി കിടത്തിയാലും പുതപ്പ് കൊടുക്കില്ല. പുതപ്പില്ലാതെ കിടന്നാൽ മതി. ലക്ഷ്മിയുടെ സംസാരം കേട്ടപ്പോൾ അവർ വിചാരിച്ചു ഉന്നിൽ ലക്ഷ്മി കയറി പിടിച്ചിട്ടുണ്ടാവുന്നു. അത്ര ആധികാരികമായിട്ടാണ് സംസാരിക്കുന്നത്. ഇയാള് കണ്ടിട്ട് പോലും ഇല്ല.